ഇന്നത്തെ നമുക്ക് പ്രഭാഷണം നൽകുന്നതിന് വേണ്ടി ഡോക്ടർ സുരേഷ് കുമാർ സമയത്ത് തന്നെ വന്ന് എത്തിയിട്ടുണ്ട്. നമുക്ക് ഏറ്റവും സ്നേഹാദരവോടുകൂടി ഡോക്ടർ സുരേഷ് കുമാറിനെ സ്വാഗതം ചെയ്യാം. അറിവ് എന്ന നാരായണഗുരു സ്വാമികളുടെ ഏറ്റവും ചെറിയ ലഘുകൃതിയെക്കുറിച്ചുള്ള മൂന്നാമത്തെ പദ്യമാണ് ഇന്ന് നമ്മൾ വിവരണം ചെയ്തു തരാൻ പോകുന്നത്. രാധ പ്രാർത്ഥനയോടെ കൂടി നമുക്ക് തുടങ്ങാം. ഓം ഗുരുഭ്യോ നമഃ. ഓം ശ്രീ വിദ്യാധിരാജായ നമഃ. തീർത്ഥം പാപഹരം പവിത്രം അറിവിൻ സാരസ്വതം സാഗരം സാർത്ഥം നിഷ്കളമാത്മബോധമഖിലാണ്ട പ്രേമപൂർണാകരം ദീപ്തം പാദയുഗം പ്രകാശനിലയം സച്ചിത് സുഖത്തിൻ പദം സത്യജ്ഞാനബലം തരുന്നൊരഭയം ശ്രീനീലകണ്ഠൻ ഗുരു. സത്യജ്ഞാനബലം തരുന്നൊരഭയം ശ്രീനീലകണ്ഠൻ ഗുരു. നരരൂപം ധരിച്ചൊരു പരമാത്മസ്വരൂപനാം നാരായണ ഗുരുത്തം സാഷ്ടാംഗം പ്രണമിച്ചിടാം. പ്രീതിക്കാളാകിലോരാതഖില മഹിമയും ഭൂതിയും നൽകുമേതോ ചൈതന്യം പൂണ്ടുമപ്രീതിയിൽ അപജയമുണ്ടാക്കിയും നിൽക്കയാലേ ഏതിന്നും മൂലമല്ലോ ഗുരുകൃപയതിനാൽ ഭുക്തിയും മുക്തിയും മേൽ സാധിപ്പാനോർത്ത് നാരായണ ഗുരുചരണം സന്തതം ഞാൻ തൊഴുന്നേൻ. സന്തതം ഞാൻ തൊഴുന്നേൻ. ദൈവദശകം. ദൈവമേ കാത്തുകൊൾകങ്ങ് കൈവിടാതിങ്ങു ഞങ്ങളെ നാവികൻ നീ ഭവാബ്ധിക്കോരാവിധം തോണി നിൻപദം ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്കുപോലുള്ളം നിന്നിലസ്പന്ദമാകണം. അന്നവസ്ത്രാദിമുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീയൊന്നു തന്നെ ഞങ്ങൾക്ക് തമ്പുരാൻ. ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻ മഹിമയും നീയുമെന്നുള്ളിലാകണം. നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും നീയല്ലോ മായയും മായാവിയും മായാവിനോദനും നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകുമാര്യനും. നീ സത്യം ജ്ഞാനമാനന്ദം നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറല്ലോതും മൊഴിയുമോർക്കിൽ നീ. അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻപദം പുകഴ്ത്തുന്നു ഞങ്ങളങ്ങ് ഭഗവാനെ ജയിക്കുക. ജയിക്കുക മഹാദേവ ദീനാവനപരായണ ജയിക്കുക ചിദാനന്ദ ദയാസിന്ധോ ജയിക്കുക. ആഴമേറും നിൻമഹസാം ആഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം. ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം.
മൂന്നാമത്തെ ശ്ലോകം. അറിവിന്നിളവില്ലാതെ അറിയാം അറിവായതും വിളങ്ങുന്നു, അറിവിലെഴുന്ന കിനാവിഞ്ഞറിവായിടുന്ന വണ്ണമങ്ങെല്ലാം. അറിവിന്നളവില്ലാതെ ഇല്ലാതേതറിയാം അറിവായതും വിളങ്ങുന്നു, അറിവിലെഴുന്ന കിനാവിഞ്ഞറിവായിടുന്ന വണ്ണമങ്ങെല്ലാം. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. നമസ്തേ കൊമ്പൊടിഞ്ഞോനെ, നമസ്തേ തുമ്പിയുള്ളോനെ, നമസ്തേ കുംഭവീർത്തോനെ, നമസ്തേ ശംഭുതന്മോനെ. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര, ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത് മൂന്നാമത്തെ ശ്ലോകമാണെന്ന് പറഞ്ഞു. അപ്പോൾ രണ്ടാമത്തെ ശ്ലോകം കഴിഞ്ഞ ക്ലാസ്സിലെടുത്ത രണ്ടാമത്തെ ശ്ലോകത്തിലെ ഭാഗമായി കുറച്ചുകൂടി പറയുവാനുണ്ട്. അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം എന്നാണ് കരുതുന്നത്. ഇപ്പോൾ രണ്ട് ശ്ലോകങ്ങളാണ് നമ്മുടെ ചർച്ചയ്ക്ക് വിധേയമായിട്ട് അല്ലെങ്കിൽ നമ്മൾ പരിചിതനം ചെയ്യുവാൻ എടുത്തിട്ടുള്ളത്. അതിലെ ആദ്യത്തെ ശ്ലോകത്തിൽ ഗുരു അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തത്തെ അവതരിപ്പിക്കുകയാണ്. അറിവിനെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തത്തെ അവതരിപ്പിക്കുകയാണ്. അതായത് അറിവിന് മാത്രമേ ഉണ്മയുള്ളൂ, മറ്റുള്ളവയുടെ ഉണ്മയെല്ലാം വാസ്തവത്തിൽ അറിവിൻ്റെ ഉണ്മ പ്രതിഫലിച്ചത് മാത്രമാണ് എന്നാണ് അദ്ദേഹം ആദ്യ ശ്ലോകത്തിൽ പറഞ്ഞത്. രണ്ടാമത് പറയുന്നത് അറിവില്ല എന്ന് വന്നാൽ എന്തായിരിക്കും സ്ഥിതി? അറിവില്ലാതെ തന്നെ അല്ലെങ്കിൽ അറിവല്ലാതെ തന്നെ വസ്തുക്കൾ ഉണ്ടെന്ന് വന്നാൽ, പ്രപഞ്ചം ഉണ്ടെന്ന് വന്നാൽ എന്തായിരിക്കും സ്ഥിതി എന്നതാണ് രണ്ടാമത്തെ ശ്ലോകത്തിൻ്റെ വിഷയമായിട്ടെടുത്തുകൊണ്ട് ആ ഒരു സംശയത്തിന് ഗുരു മറുപടി പറയുന്നു. അറിവില്ലെന്നാലില്ലീ അറിയപ്പെടുമെന്നത്, അതുണ്ടിതെന്നാലും അറിവൊന്നില്ലെന്നാലീ അറിവ് ഏതറിവിന് അതില്ല അറിഞ്ഞിടാം എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ചർച്ചയിലെ നമ്മൾ പറഞ്ഞത് ഒരു വസ്തുവിനെ അറിയണമെങ്കിലും അറിയപ്പെടുന്നില്ലെന്ന് പറയണമെങ്കിലും, അറിയുന്നു എന്ന് വ്യവഹരിക്കണമെങ്കിലും അറിയുന്നില്ല എന്ന് വ്യവഹരിക്കണമെങ്കിലും അറിവിന് അധീനമായിരിക്കണം. അറിവെന്ന പ്രക്രിയ അതിന്മേൽ നടന്നിരിക്കണം. ഇത് പറഞ്ഞാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് അവസാനിപ്പിച്ചത്. അതായത് ഒരു വസ്തു അറിയപ്പെട്ടതായിരിക്കുന്നത് അതിനെ അറിയുമ്പോഴാണ്. മറ്റൊരു വസ്തു അറിയപ്പെടാത്തതായിരിക്കുന്നത് എങ്ങനെയെന്നാൽ അറിവ് വ്യാപരിക്കുകയും അതിൻ്റെ പരിധിയിൽ, അതായത് ആ അറിവിൻ്റെ പരിധിയിൽ ആ വസ്തു പെടാതിരിക്കുകയും ചെയ്യുമ്പോഴാണ്. ചുരുക്കത്തിൽ അറിയപ്പെട്ടതും അറിയപ്പെടാത്തതും ഉണ്ടായിരിക്കുന്നത് അറിയുക എന്ന പ്രക്രിയ നടക്കുമ്പോഴാണ്. അപ്പോൾ അറിയുന്നു എന്ന് പറയണമെങ്കിലും അറിയപ്പെടുന്നില്ല എന്ന് പറയണമെങ്കിലും അറിവെന്ന പ്രക്രിയ നടന്നിട്ടുണ്ടാകണം. ഇത്തരുണത്തിൽ നമ്മൾ, അതായത് ചൈനീസ് തത്വചിന്തകനുണ്ട് കൺഫ്യൂഷ്യസ്. അദ്ദേഹം ഒരു യഥാർത്ഥ ജ്ഞാനിയെക്കുറിച്ചൊരു നിർവചനം പറയുന്നു. അതായത് ഒരു യഥാർത്ഥ ജ്ഞാനി ആരാണ്? അദ്ദേഹം പറയുന്നത് തനിക്ക് എന്തെല്ലാം അറിയാമെന്ന അറിവുണ്ടായിരിക്കുകയും എന്തെല്ലാം അറിയില്ല എന്നറിവുണ്ടായിരിക്കുകയും ചെയ്യുന്നതാർക്കോ അയാളാണ് യഥാർത്ഥ ജ്ഞാനി. എന്നുവെച്ചാൽ തനിക്ക് എന്തറിയാമെന്ന ഉള്ളയാളാണ്, അതേസമയം തന്നെ തനിക്കെന്തറിയില്ല എന്ന അറിവുള്ളയാളാണ്. അപ്പൊ എന്നതുപോലെയാണ്. എന്നുവെച്ചാൽ അറിവ് വ്യാപരിക്കാത്ത ഒരു മേഖലയുമില്ല.
ഒരു വസ്തുവിനെ അറിയുന്നില്ല എന്ന് പറയണമെങ്കിൽ അതെന്താണെന്ന് അറിയണം. അങ്ങനെ പറ്റും. അപ്പൊ എല്ലാത്തിലും അറിവ് വ്യാപരിക്കുന്നു. അതാണ് ഇവിടെ രണ്ടാമത്തെ ആ വരിയിൽ അദ്ദേഹം അതുണ്ടിതെന്നാലും എന്ന് പറഞ്ഞത്. അതായത് നമ്മളതിന് പൂർവപക്ഷമായിട്ടൊരു ഭൗതികവാദത്തെയാണ് ഇവിടെ ഗുരു കൈകാര്യം ചെയ്യുന്നത്. ഭൗതികവാദി പറയുന്നുണ്ട്, ഒരു വസ്തു എന്നുവെച്ചാൽ അറിഞ്ഞാലും ശരി അറിഞ്ഞില്ലേലും ശരി, ഞാനോ മറ്റാരെങ്കിലുമോ അറിഞ്ഞാലും ശരി അറിഞ്ഞില്ലെങ്കിലും ശരി, അറിവിന് വിഷയമായി തീരാവുന്ന ഈ ലോകം ഇവിടെ ഉള്ളത് തന്നെയാണ് എന്നാണ് ഭൗതികവാദം പറയുന്നത്. എന്ന് മാത്രമല്ല, അതിൻ്റെ ഉണ്മ മറ്റൊന്നിനെയും ആശ്രയിച്ചുള്ളതല്ല. ഇതാണ് ഭൗതികവാദത്തിന്റെ സാരം. എന്നുവെച്ചാൽ ഭൗതിക വസ്തുക്കളല്ല, ഭൗതികമായ ഈ പ്രപഞ്ചം മുഴുവൻ സ്വതന്ത്രമായി നിൽക്കുന്നു, സ്വതവേ ഉണ്മയുള്ളതാണ്. നിങ്ങൾ അറിഞ്ഞാലും ശരി അറിഞ്ഞില്ലെങ്കിലും ശരി, നിങ്ങളുടെ അറിവിനെ ആസ്പദമാക്കിയല്ല ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത്. അതിന് സ്വതന്ത്രതയുണ്ട്, സ്വതവേ നിലനിൽക്കുന്നതാണ്. അതിന് സ്വതന്ത്രമായ സത്തയുണ്ട് എന്നാണ് ഭൗതികവാദം പറയുന്നത്. പക്ഷെ ഇവിടെ ഗുരു പറയുന്നത്, നിങ്ങൾ ഇത് എന്നറിയപ്പെടുന്ന ഈ പ്രപഞ്ചം മുഴുവൻ അറിവിലാണ് നിൽക്കുന്നത്, അറിവില്ലെങ്കിൽ അതില്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെ അതായത് ഭൗതികവാദത്തിന്റെ പെർസ്പെക്റ്റീവിൽ നോക്കിയാൽ അങ്ങനെ സ്വന്തമായ നിലനിൽപ്പുള്ള ഈ ഒരു ലോകം ഉണ്ടെന്ന് തന്നെ, അങ്ങനെ ഭൗതികവാദികൾ സ്വന്തമായി നിലനിൽപ്പുണ്ടെന്ന് പറയുന്ന ഈ ലോകം ഉണ്ടെന്ന് തന്നെ ഇരുന്നാലും, അങ്ങനെ നിലനിൽക്കുന്നു എന്ന് പറയുമ്പോഴും ആ ലോകം ഉണ്ടെന്നുള്ളതും ഒരറിവാണ്. ആ അറിവ് ഏത് ബോധത്തിനാണ് ഉണ്ടായിരിക്കുന്നത്? അതാണ് ഈ ശ്ലോകത്തിന്റെ 4-ാമത്തെ വരി. അറിവൊന്നില്ലെന്നാൽ ഈ അറിവേത് അറിവിന് അതില്ലറിഞ്ഞിടാം എന്ന് പറഞ്ഞത്. അപ്പൊ അങ്ങനെ ഒരു ബോധമില്ലാതെ സ്വന്തം നിലനിൽപ്പുള്ള ഈ ലോകം ഉണ്ടെന്ന് പറയുക സാധ്യമല്ല. സ്വന്തമായി നിലനിൽപ്പുള്ള ഒരു ലോകം ഉണ്ടെന്ന് പറയണമെങ്കിലും അറിവിനെ പിൻപറ്റണം, അറിഞ്ഞേ പറയാൻ പറ്റൂ. അറിവിന്റെ വ്യാപാരമില്ലാതെ പറയപ്പെടാൻ പറ്റുകയില്ല. അതായത് ചുരുക്കത്തിൽ പറഞ്ഞാൽ, അറിയപ്പെടുന്നതായ സകലതിൻ്റെയും ഉണ്മയായാലും ഇല്ലായ്മയായാലും, അതാ നമ്മൾ ഇതൊക്കെ പറയുന്നത്, അറിയപ്പെടുന്നതും അറിയപ്പെടാത്തതും, അത് അനുഭവപ്പെടുന്നത് അറിവിൽ തന്നെയാണെന്നത് നിഷേധിക്കാനാവുകയില്ല. ഇതാണ് അതിൻ്റെ ചുരുക്കം. അപ്പൊ ഇനി ഇതിന്റെ വേറൊരു എക്സ്റ്റൻഡഡ് ആയിട്ടുള്ള ഒരു ഭാഗം കൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പോ നമ്മൾ ചർച്ചയ്ക്ക് വിധേയമാക്കിയത് അറിയപ്പെടുന്ന അറിവ് തന്നെയാണെന്ന് ആദ്യമേ പറഞ്ഞു. അറിവില്ലാതെ വന്നാൽ അറിയപ്പെടുന്നതായ ഈ പ്രാപഞ്ചികമായ ലോകം, അതായത് ഞാനെന്ന അറിയുന്ന വ്യക്തിയിൽ നിന്ന് പുറത്തുനിന്ന് ഞാൻ കരുതുന്നതായ ഇതന്താസ്പദമായിരിക്കുന്ന പ്രാപഞ്ചികമായ ബാഹ്യമായിരിക്കുന്ന ഈ ലോകം ഇല്ല. എൻ്റെ അറിവിനെ അവലംബിച്ച് മാത്രമേ അതിനുണ്മയുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോ ഇതിനി പറയുന്നത്, ഞാനെന്ന വ്യക്തിയിൽ എന്നുവെച്ചാൽ അറിവിനെ തന്നെ അറിയുന്ന ഒരു സന്ദർഭത്തെ പശ്ചാത്തലമാക്കിക്കൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാം, അതിനെക്കുറിച്ച് കൂടി ചിന്തിക്കാം ഈ ശ്ലോകത്തിന്റെ ഭാഗമായിട്ട്. കാരണം മറ്റത് ബാഹ്യവസ്തുക്കളെ കുറിച്ച് മാത്രമാണ്. ബാഹ്യവസ്തുക്കളെ ഉണ്മ എന്താണ്? അത് അറിവിലാണ്. അറിവില്ലെങ്കിലോ? അറിവില്ലെങ്കിൽ അവയുമില്ല. ഉണ്ടെന്ന് പറയാനും പറ്റത്തില്ല, ഇല്ലെന്ന് പറയാനും പറ്റത്തില്ല. അതാണ് പറഞ്ഞത്. അപ്പൊ ഇനി ഈ ലോകത്തെ അറിയുന്ന കാര്യം വിട്ടിട്ട്, ബാഹ്യമായിരിക്കുന്ന ഈ ലോകത്തെ അറിയുന്നതായ കാര്യത്തെ വിട്ടിട്ട് അറിവിനെ തന്നെ അറിയുന്ന കാര്യത്തെ ഒന്ന് ചർച്ച ചെയ്താലോ, സ്വീകരിച്ചാലോ? അറിവിനെ തന്നെ അറിയുന്ന കാര്യം, അതായത് അറിവിനെ അറിയുന്നു എന്ന നിലയിൽ നമ്മളൊന്ന് പരിചിന്തനം ചെയ്താൽ എങ്ങനെയായിരിക്കും? അപ്പോൾ അറിയപ്പെടുന്നതായിരിക്കുന്നത്, അറിവിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്, ബാഹ്യ വസ്തുക്കളെ കുറിച്ചല്ല. അറിവിനെ അറിയുന്നു, ഞാൻ അറിവിനെ അറിയുന്നു എന്നാണ് സങ്കല്പത്തെ മുൻപറ്റിക്കൊണ്ട്. എന്നുവെച്ചാൽ പുറത്തേക്ക് പോകുന്നില്ല, എല്ലാം അറിയുന്ന അറിവിനെ ഞാൻ അറിയുന്നു എന്ന നിലയിൽ. അതായത് അപ്പോൾ ചിന്താവിഷയമായിരിക്കുന്നത്, എൻ്റെ പരിചിന്തനത്തിന് വിഷയമായിരിക്കുന്നത് അറിവ് തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആരാണ് ചിന്തിക്കുന്നത്? ആ അറിവിനെക്കുറിച്ച് ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ അറിവിനെ അറിയുന്നതെന്ന് പറയുന്നത് ആരാണ്? അത് ഞാനാണ്. അപ്പൊ ഞാൻ ആരാണ്? ഞാനെന്ന് പറയുന്നത് അറിവ് തന്നെയാണ്. അപ്പൊ ഞാൻ അറിവ് തന്നെയാണ്.
അറിവിനെ ചിന്താവിഷയമാക്കുമ്പോൾ അവിടെ ചിന്താവിഷയമായിരിക്കുന്നത് ചിന്തിക്കുന്നവൻ തന്നെയാണ്. അതായത് അറിവിനെ ചിന്താവിഷയമാക്കുമ്പോൾ ഞാൻ അറിവിനെ അറിയുന്നു എന്ന് പറയുമ്പോൾ, അറിവിനെ ചിന്താവിഷയമാക്കുമ്പോൾ അവിടെ ചിന്താവിഷയമായിരിക്കുന്നത് ചിന്തിക്കുന്നവൻ തന്നെയാണ്. അതായത് ചിന്താവിഷയമായിരിക്കുന്നതും ചിന്തിക്കുന്നയാളും രണ്ടല്ലാതെ വരുന്നു. ചിന്താവിഷയമായിരിക്കുന്ന അറിവും ചിന്തിക്കുന്ന ഞാനും ഒരറിവ് തന്നെയാണ്. ഇങ്ങനെ അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് എന്നതാണ്. അപ്പൊ അതിന് വിശദീകരണം ഇങ്ങനെയാണ്. ഇങ്ങനെ വാസ്തവത്തിൽ ഒരറിവായിരിക്കുമ്പോഴും, എന്ന് വെച്ചാൽ ചിന്താവിഷയമായിരിക്കുന്ന അറിവും ചിന്തിക്കുന്ന അറിവും, അങ്ങനെ അറിവ് ഒന്ന് തന്നെ ആയിരിക്കുമ്പോൾ, ഒരറിവ് തന്നെ ആയിരിക്കുമ്പോഴും നമ്മൾ എങ്ങനെയാണ് ചിന്തിക്കുന്ന ഞാനെന്നും ചിന്തയ്ക്ക് വിഷയമായ അറിവെന്നും, ചിന്തിക്കുന്നതായ ഞാൻ എൻ്റെ ചിന്തയ്ക്ക് വിഷയമായ അറിവ്, അങ്ങനെ ദ്വന്ദ്വാത്മകമായി, അതായത് ചിന്തിക്കുന്ന ഞാനെന്നും ചിന്തയ്ക്ക് വിഷയമായ അറിവെന്നും രണ്ടെന്ന പോലെ അതാണ് പരമാർത്ഥത്തിൽ രണ്ടല്ല, രണ്ടെന്ന പോലെ അറിവിനെ നാം എന്ത് ചെയ്യുന്നു? ഉഭയാത്മകമാക്കുന്നു, ദ്വന്ദ്വാത്മകമാക്കുന്നു. ഒരേ അറിവിനെ ചിന്തിക്കുന്നവനെന്നും ചിന്തയ്ക്ക് വിഷയമായ അറിവെന്നും ഉഭയാത്മകമാക്കാനിടയാകുന്നത് എന്തുകൊണ്ടെന്നാൽ ആ ഏകമായ അറിവിന്, അതായത് ചിന്താവിഷയമായിരിക്കുന്ന അറിവും ചിന്തിക്കുന്ന ഞാനെന്ന അറിവും ഒന്നായിരിക്കെ ഈ ഉഭയാത്മകമായി തീർക്കുന്നതിൻ്റെ കാരണം ആ ഏകമായ അറിവിന് ഒരു മറവ് സംഭവിച്ചിരിക്കുന്നത് കൊണ്ടാണ്. ആ മറവിനെയാണ് അവിദ്യ എന്ന് പറയുന്നത്. ഒന്നായ നിന്നൈക രണ്ടെന്നു കണ്ടളവിലുണ്ടായൊരിണ്ടൽബത, അതാണ് അങ്ങനെ രണ്ടായി കാണുന്ന, അതായത് ഒരേ അറിവിനെ തന്നെ ചിന്താവിഷയമായ അറിവെന്നും ചിന്തിക്കുന്ന അറിവെന്നും, എന്നാൽ അറിയുന്ന ഞാനെന്നും എന്നാൽ അറിയപ്പെടുന്നതെന്നും ദ്വന്ദ്വാത്മകമായി ഉഭയാത്മകമായി ഒരേ അറിവിനെ തന്നെ ഭാസിപ്പിക്കുന്നതിന് നിദാനമായിരിക്കുന്നത് അറിവിന്മേൽ അറിവിനെ മൂടി നിൽക്കുന്ന ഒരു മറവാണ്. ആ മറവിനെയാണ് വേദാന്തത്തിൽ അവിദ്യ എന്ന് പറയുന്നത്. ആ ആവരണത്തെയാണ്, അതൊരു മറവാണ്, ഒരു ആവരണമാണ്. ആ ആവരണത്തെയാണ് അവിദ്യ എന്ന് വേദാന്ത ശാസ്ത്രത്തിൽ വിളിക്കുന്നത്. ഇനി ഈ അവിദ്യ ഒഴിഞ്ഞയാളിനെ സംബന്ധിച്ചോ, ഈ അവിദ്യയുടെ ആവരണം ഒഴിഞ്ഞവന് മാത്രമേ, അവിദ്യാനാശം സംഭവിച്ചയാൾക്ക് മാത്രമേ, അവിദ്യാവിമുക്തന് മാത്രമേ ചിന്താവിഷയമായ അറിവും ചിന്തിക്കുന്ന അറിവും എന്ന രണ്ട് അറിവുകളില്ല എന്ന അദ്വൈത രഹസ്യം വെളിപ്പെട്ട് കിട്ടുകയുള്ളൂ. അതേസമയം അവിദ്യയുടെ ആവരണം മാറിക്കിട്ടിയിട്ടില്ലാത്തവർ, അവിദ്യ അഭിഭൂതരായിരിക്കുന്നവർ, അവിദ്യാവശകരായിരിക്കുന്നവർ എപ്പോഴും ഇതിന്മേൽ ബാധിച്ചുകൊണ്ടിരിക്കും. എന്ത്? ചിന്തിക്കുന്ന അറിവാണുള്ളത്, അതല്ല ചിന്താവിഷയമായ അറിവാണുള്ളത് എന്ന വാദത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കും. വാദം എവിടെയുണ്ടോ അവിടെ അവിദ്യയുണ്ട്. എവിടെ വാദമുണ്ടോ അവിടെ അവിദ്യയുണ്ട്. അതുകൊണ്ടാണ് ഗുരുദേവൻ എന്ത് പറഞ്ഞു? വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ്. അതാണ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അദ്വൈത വേദാന്തത്തിന്റെ മേൽ എന്താ പറയുക, ഒരശനിവാദം പോലെ പതിച്ച ഈ വാദഗതി നമ്മളത് വളരെ നമ്മുടെ വേദാന്തത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാകും. കാരണം ഈ വാദഗ്രന്ഥങ്ങൾ നമ്മൾ പറയും, കേവലമായ തത്വത്തെ അവതരിപ്പിക്കുന്ന ഗ്രന്ഥങ്ങളും വാദഗ്രന്ഥങ്ങളും, നമ്മൾ ശ്രീനാരായണ ഗുരുവിന്റെ കൃതികളെ ആകെ പരിശോധിച്ചാൽ ഒരിടത്തും അദ്ദേഹം വാദഗ്രന്ഥങ്ങൾ എന്ന നിലയ്ക്ക് ഒരു ഗ്രന്ഥവും എഴുതിയിട്ടില്ല. എല്ലാം കേവല തത്വത്തെ പറയുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഗുരു പറഞ്ഞത് വാദിക്കാനും ജയിക്കാനുമല്ല. ഈ വാദത്തിലെ സത്യം മറഞ്ഞു പോകും. പക്ഷേ നമ്മുടെ നേരത്തെ ഉള്ള വാദശ്രേഷ്ഠന്മാർ അല്ലെങ്കിൽ വാദികളായിരിക്കുന്ന ശ്രേഷ്ഠന്മാർ വേദാന്തത്തിന്റെ സാഹിത്യം പരിശോധിച്ചാൽ നമുക്കറിയാൻ പറ്റും.
വാദേ വാദേ ജായതേ തത്വബോധ എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. വാദേ വാദേ ജായതേ തത്വബോധ, വാദിക്കും തോറും തത്വബോധം ഉണ്ടായിക്കൊണ്ടിരിക്കും. അങ്ങനെ വാദത്തിലൂടെയാണ് തത്വം ഉറപ്പിക്കുന്നത്. പക്ഷേ വേദവ്യാസൻ പറയുന്നു, അല്ലെങ്കിൽ എന്താണ് ബ്രഹ്മസൂത്രകാരനായ ആണ് വ്യാസമുനി പറയുന്നു, എന്ന തർക്കേണ മതിരാവനേയ, നിങ്ങൾക്ക് തർക്കത്തിലൂടെ എന്താണ് മതിയെ എന്ന് വെച്ചാൽ അദ്വൈത ബോധത്തെ സ്ഥാപിക്കുവാൻ കഴിയില്ല, അദ്വൈത ജ്ഞാനത്തിലേക്ക് എത്താൻ കഴിയുകയില്ല എന്ന് കൃത്യമായും പറയുന്നു. അതുകൊണ്ടാണ് ഡോക്ടർ രാധാകൃഷ്ണൻ അദ്ദേഹത്തിന്റെ ഇന്ത്യൻ ഫിലോസഫി, അതായത് അദ്വൈത വേദാന്തത്തിന്റെ ചരിത്രം എഴുതിയപ്പോൾ, അതിന്റെ ദർശനത്തിന് രൂപം കൊടുത്തപ്പോൾ, അല്ലെങ്കിൽ ആ ദർശനത്തിന്റെ ചരിത്രം എഴുതിയപ്പോൾ അദ്ദേഹം അദ്വൈത വേദാന്തത്തിന്റെ ചരിത്രം എഴുതുമ്പോൾ അദ്ദേഹത്തിന്റെ കൃതിയിൽ ശങ്കരനോടുകൂടി അവസാനിപ്പിക്കുന്നു. അപ്പോ ആളുകൾ ചോദിച്ചു, ശങ്കരനോടുകൂടി വേദാന്തം അവസാനിക്കുന്നില്ലല്ലോ, അതിനുശേഷം പോസ്റ്റ് ശങ്കര വേദാന്ത എന്ന് പറയുന്ന ഒരു വിപുലമായ സാഹിത്യ സഞ്ചയം നമ്മുടെ മുന്നിൽ ഉണ്ടല്ലോ. അപ്പോഴദ്ദേഹം പറയുന്നു, അനുഭൂതി അവിടെ അവസാനിച്ചു, പിന്നെല്ലാം വാദമാണ്. അനുഭൂതി മങ്ങുമ്പോഴാണ് വാദം ആരംഭിക്കുന്നത്. അനുഭൂതി സാന്ദ്രമയിൽ വാദമില്ല, പിന്നെ വാദിച്ച് സ്ഥാപിക്കേണ്ട കാര്യമില്ല, അറിഞ്ഞാൽ മതി. വാദ തൊഴിലാളികൾ എന്നാണ് പോസ്റ്റ് ശങ്കര വേദാന്തികളെ എന്താണ് ഡോക്ടർ രാധാകൃഷ്ണൻ പറയുന്നത്. അതുപോലെ മാണ്ഡൂക്യ ഉപനിഷത്തിലും പറയും. മാണ്ഡൂക്യ ഉപനിഷത്തിൽ പറയും എന്താണ്, ദ്വൈതികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പരസ്പരം വിരുദ്ധ്യന്തേ, അവരന്യോന്യം വിരുദ്ധ്യന്തേ, പരസ്പരം അവര് നിഷേധിക്കുന്നു. തൈരഹംന വിരുദ്ധ്യതേ, അവരുമായി നമുക്ക് വൈരുദ്ധ്യമില്ല. കാരണം സാകല്യമാണ്, സമഗ്രതയാണ്. അവിടെ ആരെയും പുറത്തു നിർത്തുന്നില്ല. മറിച്ച് പുറത്തു നിർത്തുമ്പോഴാണ് അയാളോട് വാദിക്കാനേ ആളില്ല. അതാണ് ആ രീതിയിൽ അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. അപ്പോ നമ്മൾ ശരിക്കും പറഞ്ഞാൽ എന്താ പറയുന്ന പ്രായോഗിക വേദാന്തത്തിന്റെ പിൽക്കാലത്തേക്ക് വരുമ്പോഴാണ് ഈ അനുഭൂതിയുടെ ഒരു സാന്ദ്രമയെ, ഇടക്കാലത്ത് വെച്ച് മങ്ങിപ്പോയ അദ്വൈതാനുഭൂതിയുടെ ഒരു സാന്ദ്രമയെ നമ്മൾ കാണുന്നത്. എന്താണ് ശ്രീരാമകൃഷ്ണ പരമഹംസനിലും വിവേകാനന്ദ സ്വാമികളിലും രമണ മഹർഷികളിലും ഇനി കേരളത്തിൽ ചട്ടമ്പി സ്വാമികളിലും ശ്രീനാരായണ ഗുരുവിലും ഒക്കെയാണ്. അവരെ സൂക്ഷ്മമായി നോക്കി അവരാരും വാദിക്കാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാദം കൊണ്ട് സ്ഥാപിക്കുക എന്നതില്ല. വിശിഷ്യ ശ്രീനാരായണ ഗുരുവിൽ വാദത്തിന്റെ ലവലേശമേ ഇല്ല. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് ഈ വാദം കൊണ്ടൊന്നും സ്ഥാപിക്കാൻ പറ്റുകയില്ല എന്നുള്ളതാണ്. കാരണം ഗുരു ദർശനമാലെ പറയും, അനുഭവം ആദിയിലിരിക്കയാൽ എന്ന് വെച്ചാൽ അനുമതി കൊണ്ട്, അനുമാനം കൊണ്ട് നിങ്ങൾക്ക് ആത്മബോധം ഉളവാക്കാൻ കഴിയില്ല, ആത്മാവുണ്ടെന്ന് സ്ഥാപിക്കാൻ കഴിയില്ല. കാരണം ആ ഒരു അനുഭവം ആദിയിലിരിക്കണം. ആ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ അനുമാന പ്രമാണം പ്രവർത്തിക്കും, അനുമതി ജ്ഞാനം ഉണ്ടാകുകയുള്ളൂ. അതുകൊണ്ട് അനുഭവമാണ് പ്രൈം. ആ അനുഭവം ഇല്ലാതെ എന്ന് വെച്ചാൽ അനുഭവത്തെ വെച്ചുകൊണ്ടേ പറയും എന്തു സ്ഥാപിക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ള കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് അദ്വൈത എന്താണ് തത്വത്തെ സ്ഥാപിക്കുവാൻ അല്ലെങ്കിൽ ആത്മസംസ്ഥാപനം ചെയ്യുവാൻ ഒരിക്കലും അനുമതിയിലൂടെ സാധിക്കുകയില്ല എന്ന് ഗുരു പറയുന്നു. അതിൻ്റെ എല്ലാം ഇതായിട്ടാണ് പറയുന്നത്, എന്താണ് വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണെന്ന ഗുരുവിൻ്റെ ഉക്തി. അതുകൊണ്ട് എവിടെയാണോ എന്താണ് ആവരണം അല്ലെങ്കിൽ മറവ്, അവിദ്യ വ്യാപരിക്കുന്നത്, അവിടെയാണ് വാദമുള്ളത്. അനുഭൂതിയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ വാദമില്ല. അത് കൃത്യമായിട്ടും പറയുമല്ലോ, അനുഭവിയാതെ അല്ലെ ആണ് അനുഭവം, അതായത് അനുഭവിയാതെ അറിവിയില്ല അഖണ്ഡമാൻ ചിത് ഘനമിത് മൗന ഘനാപ്തിയാകും. പിന്നെ മൗനമാണ്. അത് കൃത്യമായിട്ടും പറയുന്നുണ്ട്. കാരണം മൗനമാണ് ഈ ആത്മാവിനെ ഉപദേശിക്കുന്നതിനുള്ള ഏറ്റവും നല്ല ഭാഷാരൂപം. അത് ഭാഷയാണെങ്കിൽ ഭാഷയുടെ ഏറ്റവും സൂക്ഷ്മതമമായ രൂപമാണ് അനുഭവം. അതുകൊണ്ടാണ് നമ്മൾ എന്താണ് ദക്ഷിണാമൂർത്തി സ്തോത്രത്തിൽ പറയത്തില്ലേ, ചിത്രം വട തരോർമൂലേ വൃദ്ധാ ശിഷ്യ ഗുരുർ യുവ ഗുരോസ്തു മൗനം വ്യാഖ്യാനം ഛാത്രാക ചിഹ്ന സംശയ. മൗനത്തിന്റെ ഭാഷയിൽ വ്യാഖ്യാനിച്ചു അല്ലേ, ശിഷ്യന്മാരുടെ സംശയവും അകന്നു എന്ന് പറയുന്നത്. അതിരിക്കട്ടെ. അപ്പോ നമ്മൾ ഈ മൗനത്തെക്കുറിച്ച്, അതായത് പിന്നെ എന്താണ്, അവിദ്യയുടെ ആവരണം മാറി കിട്ടിയിട്ടില്ലാത്തവർ ചിന്തിക്കുന്ന അറിവാണ് അല്ലെങ്കിൽ ചിന്താവിഷയമായ അറിവാണുള്ളത് എന്നൊക്കെ വാദിച്ചു കൊണ്ടിരിക്കും. വാദം എവിടെയുണ്ടോ അവിടെ അവിദ്യയുണ്ട്. അതാണ് നമ്മൾ പറഞ്ഞതിന്റെ സാരം. അപ്പോ കാര്യം അറിഞ്ഞവർ വാദിക്കാൻ പോവില്ല. ചിന്താവിഷയമായ അറിവ് ചിന്തിക്കുന്ന എന്നിൽ നിന്ന് വേറെയാണെങ്കിൽ ആ അറിവിനെ അറിയാൻ ആരുമില്ലാതെ പോകുമല്ലോ എന്നാണ് ഈ രണ്ടാമത്തെ ശ്ലോകത്തിന്റെ രണ്ടാം പാദത്തിൽ ഗുരു പറയുന്നത്.
കാരണം ചിന്തിക്കുന്നതാ നമ്മൾ എന്നുവെച്ചാൽ ബാഹ്യവസ്തുക്കളുടെ പരിചിന്തനം നമ്മൾ അവസാനിപ്പിച്ചു, അത് പറ്റത്തില്ല. അതാണ് അറിവിലൂടെ മാത്രമേ ബാഹ്യവസ്തുക്കളുടെ ഉണ്മയെ സംസ്ഥാപനം ചെയ്യുവാൻ പറ്റൂ എന്ന് പറഞ്ഞു. അതിനുശേഷം എന്താണ് ഈ അറിവ് പുറത്തേക്ക് പോകുന്നില്ല. അറിവിനെ അറിയുക എന്ന സന്ദർഭത്തെ എടുത്തുകൊണ്ട് പരിചിന്തനം ചെയ്യുമ്പോഴും അറിവിനെ അറിയുക എന്ന് പറയുമ്പോൾ ഉഭയാത്മകമായിട്ടാണ്. അപ്പോൾ അറിയുന്നയാളും അറിയപ്പെടുന്ന അറിവും ഒന്നു തന്നെയാണ്. അങ്ങനെ ഏകമായിരിക്കുന്ന അറിവ്, അദ്വൈതാത്മകമായിരിക്കുന്ന അറിവ് ഉഭയാത്മകമായി തീരുന്നതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തി അവിദ്യയാണ്. അതൊരാവരണം കൊണ്ടാണ്. അതാണ് പറഞ്ഞു വച്ചത്. അപ്പോ അങ്ങനെ ഉഭയാത്മകതയിലാണ് ഈ വാദങ്ങളെല്ലാം ഉടലെടുക്കുന്നത്. എവിടെ വാദമുണ്ടോ അവിടെ അവിദ്യയുണ്ട്. അപ്പൊ ചുരുക്കത്തിൽ എന്താണ് പറയുന്നത്? അങ്ങനെ ഏകാത്മകമായിരിക്കുന്ന ആ ഒരറിവിനെ അറിയാൻ ഒരാളില്ലെങ്കിൽ, എന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ പറഞ്ഞ ഭൗതികവാദിയുടെ നിലപാടിനെ വെച്ചുകൊണ്ടാണ് പറയുന്നത്, ഇതെല്ലാം സ്വതന്ത്രമായി നിലനിൽക്കുന്നത് ആണ് എന്ന് പറഞ്ഞാൽ അതിനെ അറിയാൻ ഒരാൾ ഉണ്ടായെങ്കിൽ മാത്രമേ അതിന് ആ വസ്തു ഉണ്ടെന്ന് പറയാൻ പറ്റുകയുള്ളൂ. അതിന് മറുപടിയായിട്ടാണ് പറയുന്നത്. അതായത് ചിന്താവിഷയമായ അറിവ് ചിന്തിക്കുന്ന എന്നിൽ നിന്ന് വേറെയാണെങ്കിൽ ആ അറിവിനെ അറിയാൻ ആരുമില്ലാതെ വന്നു പോകുമല്ലോ. പക്ഷെ അങ്ങനെ വരുന്നില്ല. അറിവിനെ അറിഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുന്നു. അത് നമ്മൾ ഭൗതിക വസ്തുക്കളെ കുറിച്ച് പറഞ്ഞപ്പോഴും പറഞ്ഞ അറിവിനെ അറിഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുന്നു. അറിവ് വ്യാപരിക്കുമ്പോഴേ ഉണ്ടെന്നും പറയാനൊക്കൂ, ഇല്ലെന്നും പറയാനൊക്കൂ. അറിവിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ബാഹ്യമായ തലത്തിൽ അങ്ങനെയാണ്, ആന്തരികമായ തലത്തിലും അങ്ങനെ തന്നെയാണ്. അതായത് അറിവും ഞാനും ഒന്ന് തന്നെ. ഈ തത്വത്തെയാണ് ആത്മോപദേശ ശതകത്തിൽ ഗുരു വരച്ചു കാട്ടുന്നത്. അതായത് ആത്മോപദേശത്തിലെ ശ്ലോകം ഇങ്ങനെയാണ്: അറിവ് അഹം. നമ്മളിപ്പോൾ അതാണല്ലോ ചർച്ച ചെയ്ത വിഷയം, അറിവും അഹവും. അറിവഹം എന്നത് രണ്ടും ഏകമാം. അറിവെന്നതും അഹമെന്നതും, ഞാൻ അറിവിനെ അറിയുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോ അറിവ് അഹം എന്നത് രണ്ടും ഏകമാം. അറിവെന്നതും അഹമെന്നതും ഞാൻ എന്നതും ഇത് രണ്ടും ഏകമാം. ആർക്ക്? ആവരണമൊഴിഞ്ഞവന്, അവിദ്യാനാശം സംഭവിച്ചയാൾക്ക്, അവിദ്യാവിമുക്തനായിട്ടുള്ളയാൾക്ക്. അറിവ് അഹം എന്നത് രണ്ടും ഏകമാം ആവരണമൊഴിഞ്ഞവന് അന്യനുണ്ട് വാദം. അതിൽ നിന്ന് ആ ആവരണം ഒഴിഞ്ഞിട്ടില്ലാത്തയാള് വാദിച്ചുകൊണ്ടിരിക്കും. അറിയപ്പെടുന്ന അറിവെന്നും അറിയുന്ന ഞാനെന്നും, എനിക്ക് എൻ്റെ ചിന്തയ്ക്ക് വിഷയമായ അറിവെന്നും അതിനെ പരിചിന്തനം ചെയ്യുന്ന ഞാനെന്നും ഉഭയാത്മകമായി വാദിക്കും. അപ്പോഴാണ് ഗുരു പറയുന്നത്, അറിവിനെ വിട്ട് അഹമന്യമാകുമെന്നാൽ, 99ാമത്തെ ശ്ലോകമാണ്. എന്നുവെച്ചാൽ ആത്മോപദേശ ശതകത്തിൽ ആത്മാവിനെ ഉപദേശിച്ച്, ആത്മതത്വത്തെ ഉപദേശിച്ച് അവസാനത്തെ 100ാമത്തെ ശ്ലോകത്തിന് തൊട്ട് മുമ്പത്തെ ശ്ലോകമാണിത്. എന്നുവെച്ചാൽ അതിന്റെ പരമകാഷ്ഠയിൽ അദ്ദേഹം പരിചിന്തനം ചെയ്തിട്ട് പറയുന്നതാണ്: അറിവഹം എന്നത് രണ്ടും ഏകമാം. അറിവെന്നും അഹം എന്നതും അടിസ്ഥാനപരമായി തത്വത്തിൽ പാരമാർത്ഥികതയിൽ ഏകമാം ഒന്നു തന്നെയാണ്. അതാർക്ക്? ആവരണമൊഴിഞ്ഞവന്, അവിദ്യാനാശം സംഭവിച്ച അവിദ്യാവിമുക്തനായിരിക്കുന്നയാൾക്ക്. അന്യനുണ്ട് വാദം. അവിദ്യാ സംവേഷ്ടിതനായിരിക്കുന്ന, അല്ലെങ്കിൽ അവിദ്യ പരീതനായിരിക്കുന്നവനെ സംബന്ധിച്ച് അങ്ങനെയല്ല, ഉഭയാത്മകമായ അയാൾ വാദിക്കും, ഞാൻ വേറെ അറിവ് വേറെ എന്ന്. അപ്പൊ ചോദിക്കുകയാണ്, അറിവിനെ വിട്ട് അഹം അന്യമാകുമെന്നാൽ, അറിവിനെ വിട്ടിട്ട് അഹം എന്നത്, ആ അറിവിനെ അറിയുന്ന ഞാൻ അന്യമാകുമെന്നാൽ, ഭിന്നമാണെന്ന് വരികിൽ അറിവിനെ ഇങ്ങറിയാനാരുമില്ല. അറിവിനെ അറിയുന്നതിന് ഇവിടെ ആരുമില്ല. ഈ തത്വത്തെ തന്നെയാണ് ഈ അറിവെന്ന ശ്ലോകത്തിന്റെ 2ാമത്തെ പാദത്തിൽ പറഞ്ഞത്, 2nd സ്റ്റാൻസയിൽ അദ്ദേഹം പറഞ്ഞത്. അപ്പൊ ഈ അറിവിനെ വെച്ച് നമുക്കിനി ഈ ലൗകികമായിരിക്കുന്ന വസ്തുക്കളെ അറിയുന്നതിലേക്ക് സംക്രമിപ്പിച്ച് പറഞ്ഞാൽ, അറിവിനെ ചിന്താവിഷയമാക്കുന്നതിലെ ഈ തത്വം ലോകത്തെ ചിന്താവിഷയമാക്കുന്നതിലും ശരിയാണ്. അറിവ് വേറെ ഞാൻ വേറെ എന്നാണെങ്കിൽ അറിവിനെ അറിയാൻ ആരുമില്ലാതെ പോകും. അറിയുന്നതായ അഹം ഇല്ലാതെ വരും. എന്നുവെച്ചാൽ അറിവിനെ വിട്ടിട്ട്
അറിവും അറിയുന്നയാളും രണ്ടാണെന്ന് പറഞ്ഞാൽ അറിവിനെ അറിയാനുള്ള ആളില്ലാതെ വന്നു പോകും. അറിവിനെ അറിയാതെ അറിവുണ്ടെന്ന് പറയാൻ പറ്റുകയില്ല. വസ്തുക്കളിൽ എന്ന പോലെയാണ്. അപ്പോൾ ഈ അറിവിന്റെ തത്വത്തെ, ആന്തരികമായിരിക്കുന്ന ഈ ഒരു തത്വത്തെ, അറിവിനെ ചിന്താവിഷയമാക്കുന്നതിലെ ഈ തത്വത്തെ ലോകത്തെ ചിന്താവിഷയമാക്കുന്നതിലും നമുക്ക് പറയാം. അതാണ് ആദ്യമേ പറഞ്ഞത്. അതായത് അനന്തവിസ്തൃതമായ ഈ മഹാലോകമുണ്ട്. പക്ഷേ അതിനെ ഉണ്ടെന്നോ ഇല്ലെന്നോ അറിയുന്നതായ ആരുമില്ല എന്നിരിക്കട്ടെ. അപ്പോൾ ഈ പറഞ്ഞ രണ്ടാശയവും ഉണ്ടാകുകയില്ല. ഏത്? ഉണ്ടെന്ന് പറയാനും പറ്റുകയില്ല, ഇല്ലെന്ന് പറയാനും പറ്റുകയില്ല. ചുരുക്കത്തിൽ ലോകമുണ്ട് അഥവാ ലോകമില്ല എന്ന സങ്കല്പം അല്ലെങ്കിൽ എന്ന ധാരണ, എന്ന ബോധം അർത്ഥമുള്ളതായിരിക്കുന്നത് അത് നമ്മുടെ ബോധത്തിലാണ്, നമ്മുടെ അറിവിലാണ്. അല്ലെങ്കിൽ ലോകത്തിന്റെ ഉണ്മയെപ്പറ്റി പറയാനും പറ്റില്ല, ലോകത്തെ ഇല്ലായ്മയെപ്പറ്റി പറയാനും പറ്റുകയില്ല. അത് സാർത്ഥകമായിരിക്കുന്നത്, അതല്ലെങ്കിൽ ഉണ്ട് എന്ന് പറയാൻ കഴിയുന്നത് അത് നമ്മളുടെ ബോധമായിരിക്കുമ്പോഴാണ്, അറിവായിരിക്കുമ്പോഴാണ്, അറിവ് വ്യാപരിക്കുമ്പോഴാണ്. ഇനി ആ അറിവുള്ളപ്പോൾ അതിൻ്റെ വ്യാപ്തിക്ക് പുറത്ത് സത്യത്തിലൊന്നുമില്ല. സർവ്വതിനെയും ഉൾക്കൊണ്ട് നിൽക്കുന്നതാണ് ഏത്? അറിവ്. എന്നുവെച്ചാൽ ഉണ്മയെയും, ഈ ലോകത്തിന്റെ ഉണ്മയെയും ഇല്ലായ്മയെയും ഉൾക്കൊണ്ട് നിൽക്കുന്നതാണ്, അതിനെയും കവർന്നു നിൽക്കുന്നതായ ബോധമെന്നർത്ഥം. ചുരുക്കത്തിൽ അറിവില്ലാതെ, അറിവിലല്ലാതെ അറിയപ്പെടുന്ന ഒന്നിനും ഉണ്ടായിരിക്കുക സാധ്യമല്ല. നമ്മുടെ ഈ ശ്ലോകത്തിന്റെ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ അത് പറയുന്ന ഇതാണ്: അറിവില്ലാതെ, അറിവിലല്ലാതെ അറിയപ്പെടുന്ന ഒന്നിനും ഉണ്ടായിരിക്കുക എന്നത് സാധ്യമല്ല. അതായത് ഒരു താർക്കിക രീതിയിൽ നോക്കി പറഞ്ഞാൽ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അറിയുക എന്ന ക്രിയ നടക്കുമ്പോൾ മാത്രമേ ഞാൻ അറിയുന്നവനും വസ്തു അറിയപ്പെടുന്നതുമായിരിക്കുകയുള്ളൂ. അറിവിന്റെ വ്യാപാരത്തിൽ മാത്രമേ നമുക്ക് ഒന്നിനെ കുറിച്ച് അറിയുന്നതെന്നോ അറിയപ്പെടുന്നതെന്നോ അല്ലെങ്കിൽ അറിയുന്ന ഞാനെന്നോ അറിയപ്പെടുന്ന വസ്തുവെന്നോ പറയുവാൻ കഴിയുകയുള്ളൂ. ആന്തരികമാകട്ടെ ബാഹ്യമാകട്ടെ, ബാഹ്യമായിരിക്കുന്ന ഈ ഭൂതഭൗതികമായ സമസ്ത പ്രപഞ്ചവും ആന്തരികമായിരിക്കുന്ന എൻ്റെ അറിവും ഉണ്ടെന്ന് ഈ ബോധസീമയിൽ നിന്ന് മാത്രമേ പറയുവാൻ പറ്റുകയുള്ളൂ, അറിവിൽ നിന്ന് മാത്രമേ പറയുവാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അറിവില്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് എന്നതിനെ ഉന്നയിച്ചുകൊണ്ട് അറിവാണ് സമസ്തവും എന്നാണ് രണ്ടാമത്തെ ശ്ലോകത്തിൽ ഗുരു പറഞ്ഞത്. ഇനി അറിവിന്റെ മറ്റൊരു മാനത്തെക്കുറിച്ചാണ് നമുക്കിവിടെ സംഗതമായിരിക്കുന്ന മൂന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. അതായത് അറിവിനളവില്ലാതേതറിയാം, അറിവായതും വിളങ്ങുന്നു. അറിവിലെഴുന്ന കിനാവിഞ്ഞറിവായിടുന്ന വണ്ണമങ്ങല്ല. അതായത് അറിവിനളവില്ലാതേതറിയാം, അറിവായതും വിളങ്ങുന്നു. അറിവിലെഴുന്ന കിനാവിഞ്ഞറിവായിടുന്ന വണ്ണമങ്ങല്ല എന്നാണ് പറയുന്നത്. അറിവില്ലെന്നാൽ ഇല്ല ഈ, അറിവില്ലെന്നാലില്ലീ അറിയപ്പെടുമെന്ന് അറിവിനളവില്ലാതേതറിയാം, അറിവായതും വിളങ്ങുന്നു. അറിവിലെഴുന്ന കിനാവിഞ്ഞറിവായിടുന്ന വണ്ണമങ്ങെല്ലാം. അറിവിനളവില്ലാതെ ഏതറിയാം. അറിവിൻ അളവില്ലാതെ, അതായത് നമ്മളിവിടെ പറയുന്നത്, ഇതുവരെ നമ്മൾ പറഞ്ഞത് അറിവിൻ്റെ അളവിനകത്ത് വരുന്നതായ അറിവിനെ കുറിച്ചാണ്. ഇവിടെ മൂന്നാമത്തെ ഇതിൽ ഗുരു പരിചിന്തനം ചെയ്യുന്നത് അളവില്ലാത്ത അറിവിൻ്റെ കാര്യത്തെക്കുറിച്ചാണ്. അതാ പറയുന്നത്, അറിവിൻ അളവില്ലാതെ ഏതറിയാം. അറിവിൻ അളവില്ലാതെ, അളന്നറിയാനാവാത്ത തരത്തിൽ ഏതറിയാം, യാതൊന്നാണോ
അറിയാവുന്നത്. അറിവിൻ അളവില്ലാതെ, അളന്നറിയാനാവാത്ത തരത്തിൽ ഏതറിയാം, യാതൊന്നാണോ അറിയാവുന്നത്, അതും അറിവായി വിളങ്ങുന്നു. അതും അറിവായി തന്നെയാണ് വിളങ്ങുന്നത്, പ്രകാശിക്കുന്നത്. ഇനി അറിവിലെഴുന്ന കിനാവ്, അറിവിൽ നിന്ന് പൊന്തി വരുന്ന സ്വപ്നാനുഭവങ്ങൾ, അറിവിലെഴുന്ന കിനാവ്, നമ്മുടെ അറിവിൽ നിന്ന് ഉയർക്കൊള്ളുന്നതായ, പ്രകാശം ചെയ്യുന്നതായ, അല്ലെങ്കിൽ സ്ഫുരിക്കുന്നതായ സ്വപ്നാനുഭവങ്ങൾ അറിവായിടുന്ന വണ്ണം അറിവിൽ നിന്നും ഒരിക്കലും വേറല്ലാത്തതുപോലെ തന്നെയാണ്. അങ്ങെല്ലാം, അതായത് ഈ രണ്ട് പദ്യത്തെയും കൂടെ ചേർത്ത് പറഞ്ഞാൽ, കഴിഞ്ഞ പദ്യത്തിൽ അറിവ് കൊണ്ട് അളന്നറിയാവുന്നതായും ഈ പദ്യത്തിൽ അളന്നറിയാനാവാത്തതായും പറഞ്ഞ എല്ലാ അനുഭവങ്ങളും അറിവ് തന്നെയാണ്. അതായത് തൊട്ടു മുമ്പേ എന്താണ്, അളന്നറിയുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. ഈ പദ്യത്തിൽ പ്രമേയമായി പറയുന്നത് അളന്നറിയാത്ത, അല്ലെങ്കിൽ അളന്നറിയാനാവാത്ത അറിവിനെ കുറിച്ച്. അപ്പോ അറിവിനളവില്ലാതെ അറിയാം, അറിവായതും വിളങ്ങുന്നു. അറിവിലെഴുന്ന കിനാവിഞ്ഞറിവായിരുന്നവണ്ണമെല്ലാം, അളന്നറിയാനാവാത്ത തരത്തിൽ ഏതൊന്നാണോ അറിയാവുന്നത്, അതും അറിവായി തന്നെ വിളങ്ങുന്നു. ആദ്യത്തെ വരിയുടെ, അതായത് അറിവിനളവില്ലാതേതറിയാം, അറിവായതും വിളങ്ങുന്നു. അളന്നറിയാനാവാത്ത തരത്തിൽ ഏതൊന്നാണോ അറിയാവുന്നത്, അതും അറിവായി വിളങ്ങുന്നു. അറിവിൽ നിന്നും ഉയർന്നു വരുന്ന രണ്ടാമത്തെ തലം സ്വപ്നാനുഭവത്തെ കുറിച്ചാണ് പറയുന്നത്. അതിനെ പിൻപറ്റിയാണ് അറിവിനെ കുറിച്ച് പരിചിന്തനം ചെയ്യുന്നത്. അറിവിൽ നിന്നും ഉയർന്നു വരുന്ന കിനാവ് സ്വപ്നം, അതിൻ്റെ സത്തയിൽ അറിവ് മാത്രമായിരിക്കുന്നത് പോലെ തന്നെയാണ്. അത് ഉണ്മയിൽ അറിവ് തന്നെയാണ്. നമ്മുടെ അറിവിൽ നിന്നും ബോധത്തിൽ നിന്നും ഉയർക്കൊള്ളുന്ന സ്വപ്നാനുഭവങ്ങൾ മുഴുവൻ അടിസ്ഥാനപരമായി അറിവ് തന്നെയാണ്. അതാണ്. അതുകൊണ്ട് കഴിഞ്ഞ പദ്യത്തിൽ നമ്മൾ ചർച്ച ചെയ്ത അളന്നറിയാവുന്നതായും ഈ പദ്യത്തിൻ്റെ പ്രമേയമായി വരുന്ന അളന്നറിയാനാവാത്തതായും പറഞ്ഞ എല്ലാ അനുഭവങ്ങൾ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അറിവിൻ്റെ വ്യക്തിഭാവമാണ് അനുഭവം. എല്ലാ അനുഭവങ്ങളും അറിവായി തന്നെയായിരിക്കുന്നത്, അറിവ് തന്നെയാണെന്നർത്ഥം. എന്നുവെച്ചാൽ അളന്നറിയുന്നതും അളന്നറിയാൻ കഴിയാത്തതുമായ സമസ്ത അനുഭവങ്ങളും എന്തു തന്നെയാണ്? അറിവ് തന്നെയാണ്. ആദ്യത്തെ ശ്ലോകത്തിൽ ഗുരു പറഞ്ഞത് ഇതന്താസ്പദമായിരിക്കുന്ന സകലതും അറിവ് തന്നെയാണെന്നാണ്. രണ്ടാമത്തെ ശ്ലോകത്തിൽ ഗുരു പറഞ്ഞത് അങ്ങനെ ഒരറിവില്ലെങ്കിൽ ഈ ഇതന്താസ്പദമായിരിക്കുന്നതൊന്നും ഉണ്ടെന്ന് പറയാൻ പറ്റുകയില്ല. അതിൻ്റെ എക്സ്റ്റൻഷനായി വ്യാഖ്യാതാവ് പറഞ്ഞു, ഇതന്താസ്പദമായിരിക്കുന്നത് മാത്രമല്ല, എന്താണ്, അറിവായിരിക്കുന്ന അഹന്താസ്പദമായിരിക്കുന്നതും ഉണ്ടെന്ന് പറയാൻ പറ്റുകയില്ല എന്നാണ് പറഞ്ഞത്. ഈ മൂന്നാമത്തതിനകത്ത് ആ രണ്ടിനെയും വിട്ടിട്ട് സ്വപ്നാനുഭവങ്ങളെ കുറിച്ചാണ് പറയുന്നത്. രണ്ട് തലത്തിൽ പറയുന്നു. ഒന്ന് സ്വപ്നാനുഭവങ്ങളും, മറ്റൊന്ന് എന്താണ്, അതായത് ചർച്ചയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ അനുഭവങ്ങൾ എങ്ങനെയാണ്, അളന്നറിയാൻ കഴിയാത്തതായ അനുഭവങ്ങൾ, അല്ലെങ്കിൽ നമ്മളുടെ അറിവിനെ, എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ പ്രമാണങ്ങളെ കുറിച്ച് നേരത്തെ ക്ലാസ്സിലെ കുറച്ച് ക്ലാസ്സുകൾ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ക്ലാസ്സിൽ ഈ പ്രമാണങ്ങളെ, വേദാന്ത പ്രമാണങ്ങളെ കുറിച്ച്, പ്രത്യക്ഷം, അനുമാനം, ഉപമാനം, ശബ്ദം, അങ്ങനെയുള്ള പ്രമാണങ്ങളുടെ ഉത്പത്തിയെക്കുറിച്ച്, അറിവുണ്ടാകുന്നത് എങ്ങനെ, അറിവിന്റെ സ്വരൂപം എങ്ങനെ, ഇത് പറഞ്ഞിരുന്നോ? ജ്ഞാനപ്രക്രിയയെക്കുറിച്ച് പറഞ്ഞിരുന്നോ സാറേ? ഓർക്കുന്നില്ല. ഇല്ല. പറഞ്ഞിരുന്നില്ല. നമ്മളെ വേദാന്ത പരിഭാഷ എന്നൊരു കൃതിയിലെ വേദാന്ത ശാസ്ത്രത്തിലെ ജ്ഞാനോത്പത്തിയെക്കുറിച്ച് പറയും. അങ്ങനെ ചർച്ച ചെയ്തിരുന്നോ? ഇല്ല. അല്ല, ഇതിനൊരു പൂർവ്വപീഠികയാണ്. എന്തു വെച്ച് കഴിഞ്ഞാല്
യതിയെപ്പോലുള്ള ആചാര്യന്മാര് ഇതിന് ഈ അറിവെന്ന കൃതിയെ വ്യാഖ്യാനിക്കുമ്പോൾ അതിന്റെ ആമുഖത്തിൽ തന്നെ പറയുന്നു ഇതൊരു എപ്പിസ്റ്റമോളജിക്കൽ ടെസ്റ്റാണ്. എപ്പിസ്റ്റമോളജി എന്ന് പറയുമ്പോൾ അതാണ് പ്രമാണശാസ്ത്രം. ആ പ്രമയുടെ കാരണം പ്രമ എന്ന് വെച്ചാൽ യഥാർത്ഥ അറിവ്. അപ്പൊ ഈ അറിവ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്, അതിന്റെ അറിവിന്റെ ജ്ഞാനോത്പത്തി പ്രക്രിയ എന്താണെന്നാണ് ഈ പ്രമാണശാസ്ത്രത്തിൽ കൈകാര്യം ചെയ്യുന്നത്. അതേസമയം സത്താശാസ്ത്രമുണ്ട്, ഓണ്ടോളജി. ആ ഓണ്ടോളജി എന്ന് പറയുമ്പോൾ അടിസ്ഥാനപരമായി ഉണ്മ എന്താണെന്നാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഈ ഓണ്ടോളജിക്ക് അനുസരിച്ചിട്ടാണ് എപ്പിസ്റ്റമോളജി ഉരുവപ്പെടുന്നത്. ഒരു ദർശനത്തിലെ അടിസ്ഥാന തത്വമായിരിക്കുന്നത് എന്തോ ആ അടിസ്ഥാന തത്വമായിരിക്കുന്നത് എന്തോ അതിൻ്റെ വെളിച്ചത്തിലാണ് ബാക്കി എല്ലാ പ്രക്രിയകളെയും പറയുന്നത്. നമ്മളുടെ വേദാന്ത ശാസ്ത്രത്തിലെ അദ്വൈത വേദാന്ത ശാസ്ത്രത്തെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായിരിക്കുന്ന ഉണ്മയെന്ന് പറയുന്നത് ചൈതന്യമാണ്. അതുകൊണ്ട് ആ ചൈതന്യത്തിന്റെ ആവിഷ്കാരമാണ് സകലതും. അതുകൊണ്ട് നമ്മൾ എന്താണ് പ്രമേയം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ അറിവ് ഉണ്ടാകുന്നത്, അറിവിന്റെ ജ്ഞാനത്തിന്റെ ഉൽപ്പത്തി എന്ന് പറയുന്നത് പല പടവുകളുണ്ട്. ആ പടവുകളിലെല്ലാം ഈ ചൈതന്യമാണ് ഓരോ തലങ്ങളിലായിരിക്കുന്നത്. അതായത് ജ്ഞാതാവായും ജ്ഞേയമായും ജ്ഞാനമായും ഇരിക്കുന്നത് ചൈതന്യം തന്നെയാണെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഒന്ന് സംസാരിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇതിനകത്ത് ഇപ്പോ പ്രമേയമായി വരുന്നത് അറിവിന് അതാണ്, അതായത് അളവില്ലാത്ത അറിവ്. ഏതൊരറിവാണ് അളവില്ലാതിരിക്കുന്നത് അതും അറിവ് തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മളിപ്പോൾ കാണുന്നു, നോക്കുന്നു, ഈ രണ്ട് പ്രക്രിയ ഇതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. അതായത് കാണുകയും നോക്കുകയും ചെയ്യുക. നമ്മളൊരു വസ്തുവിനെ കാണുന്നു, നമ്മളൊരു വസ്തുവിനെ നോക്കുന്നു. അപ്പൊ കാഴ്ച, നോട്ടം ഇതെങ്ങനെയാണ്? അതായത് നമ്മളിപ്പോ കാണുന്നതും നോക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം നാം പരിചിന്തിക്കുമ്പോൾ നമ്മളിപ്പോ കണ്ണ് തുറന്നിരിക്കുമ്പോൾ വർത്തുളാകാരത്തിലുള്ള വസ്തുക്കൾ ആകവേ നമ്മളുടെ കാഴ്ചയ്ക്ക് മുമ്പിൽ പ്രത്യക്ഷീഭവിക്കുന്നു. അതാണ്. പക്ഷേ അവയെ ഒന്നിനെയും തന്നെ നമ്മൾ നോക്കുന്നില്ല, സാമാന്യ നിലയിൽ നോക്കുന്നില്ല. പക്ഷേ കാഴ്ചയ്ക്കുള്ളിലേക്ക് വരുന്നുണ്ട്. അവിടെ നിരൂപണാത്മകതയില്ല, അവിടെ ശ്രദ്ധയില്ല. ശ്രദ്ധയെന്ന് പറയുന്നത് ശ്രദ്ധയെ നമ്മൾ കൊണ്ടുവരുന്നില്ല. നമ്മൾ കാണുന്നു, ജസ്റ്റ് അത് എന്താണ് അവ്യക്തമായി, അതിനെ നമ്മൾ അളക്കുന്നില്ല. അതായി പറഞ്ഞു വരുന്നു. ആ കാഴ്ചയുടെ പരിധിക്കകത്ത് വരുന്നതിനെ നമ്മൾ സാധാരണ നിലയിൽ അളക്കുന്നില്ല. അളവിൽ ഒരു നിർണയമുണ്ട്, ഉറപ്പിക്കലുണ്ട്. അങ്ങനെ ഉറപ്പിക്കുന്നില്ല. എപ്പോഴാണോ അളക്കാൻ തുടങ്ങുന്നത്, നമ്മുടെ കാഴ്ചയുടെ ഉള്ളിൽ വരുന്നതായ വസ്തുക്കളെ, രൂപങ്ങളെ നമ്മൾ എപ്പോഴാണോ അളക്കാൻ തുടങ്ങുന്നത്, ആ അളവൊരു നിർണയനമാണ്, മാനം ചെയ്യുകയാണ്. അങ്ങനെ അളക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ കാഴ്ച മാറി അതെന്തായിത്തീരുന്നു? നോട്ടമായിത്തീരുന്നു. അതാണ് കാഴ്ചയും നോട്ടവും തമ്മിലുള്ള വ്യത്യാസം. കാഴ്ചയിൽ നമ്മൾ വസ്തുക്കളെ മാനം ചെയ്യുന്നില്ല, അളക്കുന്നില്ല, നിർണയിക്കുന്നില്ല, ജസ്റ്റ് കാണുക. മറിച്ച് നോക്കുമ്പോഴോ നമ്മൾ അതിനെ മാനം ചെയ്ത് അത് ഇന്നതെന്ന് ഉറപ്പിക്കുന്നു. അവിടെ ശ്രദ്ധ കടന്നു വരുന്നു. അപ്പൊ കേവല കാഴ്ചയിലേക്ക് ശ്രദ്ധ കടന്നു വരുമ്പോഴാണ് കാഴ്ച നോട്ടമായി മാറുന്നത്. നമ്മളൊരു വസ്തുവിനെ കാണുന്നു എന്ന് പറയുന്നത് പോലെയല്ല നോക്കുക എന്ന് പറയുന്നു. നോക്കുമ്പോൾ ശ്രദ്ധ അതിൻ്റെ പശ്ചാത്തലമായി വരുന്നു. ശ്രദ്ധയിലേക്ക് വരുമ്പോൾ നമ്മുടെ മനസ്സ് ഏകാഗ്രമാകുന്നു. ഏകാഗ്രമാകുമ്പോൾ ആ വസ്തുവിനെ നമ്മൾ നിർണയിക്കുന്നു. ഇന്ന രൂപത്തോടു കൂടിയ, ഇന്ന ആളെന്ന്, ഇന്ന രൂപത്തോടു കൂടിയത്, ഇന്ന വസ്തുവെന്ന്, ഇന്ന നാമമുള്ളതെന്ന്, ഇന്ന പ്രകൃതി ഉള്ളതെന്ന് നിർണയിക്കുന്നു. ഇതാണ് കാഴ്ചയും നോട്ടവും തമ്മിലുള്ള വ്യത്യാസം. ഇവിടെ അദ്ദേഹം പറയുന്നത് അതാണ് പറയുന്നത്. അതെന്ന് വെച്ചാൽ കാഴ്ചയിൽ ഒരു ഉപേക്ഷയുണ്ട്. കാരണം നമ്മളതിനെ എന്ന് വെച്ചാൽ കാണുന്നു, നമ്മളതിനെ വിലയിരുത്തുന്നില്ല. നമ്മൾ സാമാന്യ നില പറഞ്ഞാൽ അതിനെ വിലയിരുത്തുന്നില്ല, അതിനെ ഇവാലുവേറ്റ് ചെയ്യുന്നില്ല, അതിനെ നിർണയിക്കുന്നില്ല, നിശ്ചയിക്കുന്നില്ല എന്നതൊന്നും. മറിച്ച് നോക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? അത് ഇന്നതെന്ന് നിർണയിക്കുന്നു. അവിടെ ശ്രദ്ധയെ കൊണ്ടുവരുന്നു. അപ്പൊ ശ്രദ്ധ
പശ്ചാത്തലമായി വരുന്നു. എവിടെ? നോട്ടത്തിന്. അതാ പറയുന്നത്. മറ്റിടത്തോ ഉപേക്ഷാഭാവമാണ്, ഇവിടെയോ ഏകാഗ്രഭാവമാണ്, ശ്രദ്ധാഭാവമാണ്. അതാണ് ഉപേക്ഷയോടെ കണ്ടുകൊണ്ടിരിക്കുന്ന അവ്യക്തമായ കാഴ്ചയിലെ ചില രൂപങ്ങൾ മാത്രം തീഷ്ണതയോടെ ശ്രദ്ധയിലേക്ക് കടന്നു വരികയും മറ്റുള്ളതെല്ലാം പശ്ചാത്തലമായി പിന്നിലേക്ക് മാറുകയും ചെയ്യും. അതാണ് നമ്മളിപ്പോൾ 10 വസ്തുക്കൾ നമ്മുടെ കാഴ്ചയുടെ, അല്ലെങ്കിൽ അനേക വസ്തുക്കൾ നമ്മുടെ കാഴ്ചയുടെ പരിധിക്കകത്ത് വരുമ്പോൾ അതിലൊരു വസ്തുവിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ബാക്കിയെല്ലാം അവ്യക്തമാകുകയും പശ്ചാത്തലമാകുകയും ചെയ്യും. ആ പശ്ചാത്തലമായി വരുന്നതിനെയാണ് ഗുരു ഇവിടെ അളവിനറിവില്ലാതേതറിയാം എന്ന് പറഞ്ഞു. അതേസമയം നമ്മളുടെ ശ്രദ്ധയ്ക്ക്, നമ്മളുടെ അളവിന് പാത്രീഭവിക്കുന്നതിനെയാണ് ഇതന്താസ്പദമായി പറഞ്ഞത്. രണ്ട് തലവല്ലേ പറഞ്ഞത്. എന്താണ് അളന്നറിയപ്പെടുന്ന അറിവും അളന്നറിയപ്പെടാത്ത അറിവും. അളന്നറിയപ്പെടുന്നതാണ് നമ്മൾ നോക്കുന്ന വസ്തുക്കൾ. അളന്നറിയപ്പെടുന്നതാണ് നമ്മൾ നോക്കുന്ന വസ്തുക്കൾ. അളന്നറിയപ്പെടാത്തതാണ് നമ്മൾ കാണുന്ന വസ്തുക്കൾ. അപ്പൊ ഏതൊരു നോട്ടത്തിനും പശ്ചാത്തലമായി വരുന്നതാണ് അറിവിനളവില്ലാതേതറിയാം എന്ന് ഗുരു പറഞ്ഞു. അറിവിന് അളവില്ലാതെ പക്ഷെ അതിനെ നമ്മൾ അറിയുന്നുണ്ട്. അതിൻ്റെ ഒരു ദൃഷ്ടാന്തം നല്ലോണം പറയുന്നുണ്ട്. അതായത് സമയത്തായി, നമ്മൾ ഒരു സൂചി എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിൻ്റെ ആകൃതി, അതിൻ്റെ വലിപ്പം, അതിൻ്റെ തിളക്കം. ഒരു പ്രത്യേക ആകൃതിയിലുള്ളതാണ് ഒരു സൂചി, ഒരു പ്രത്യേകമായ വലിപ്പം. അതേപോലെ തന്നെ പ്രത്യേക ആകൃതിയോട് കൂടിയതാണ്, വലിപ്പത്തോടു കൂടിയതാണ്, തിളക്കത്തോടു കൂടിയതാണ്. ഞാൻ അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്ന ഒരു ദൃഷ്ടാന്തം വെച്ചാണ് പറയുന്നത്. അപ്പോ അതായത് കൂട്ടിയിട്ടിരിക്കുന്ന ഒരു വൈക്കോൽ കൂനയിൽ നമ്മുടെ കയ്യിലിരുന്ന നമ്മൾ നിർണയിച്ച ഒരു സൂചി വീണുപോയി എന്ന് കരുതുക. നമ്മൾ ആ സൂചിയെ തിരയുമ്പോൾ വൈക്കോല് നമ്മൾ മാറ്റും. ആ വൈക്കോലിനെ മാറ്റുമ്പോൾ ഈ സൂചിയെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ നമ്മളുടെ മനസ്സിലിരിക്കുന്നത് സൂചിയാണ്, അതിൻ്റെ ആകൃതിയാണ്, അതിൻ്റെ വലിപ്പമാണ്, അതിൻ്റെ തിളക്കമാണ്. മനസ്സ് മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് ആ രൂപവും ആ ഭാവവുമാണ്. പക്ഷേ നമ്മൾ അന്വേഷിക്കുന്നത് വൈക്കോൽ കൂനയിൽ വീണതായ നമ്മുടെ മനസ്സിലിരിക്കുന്ന സൂചിയെയാണ്. പക്ഷെ ആ വൈക്കോലിനെ മാറ്റുമ്പോൾ ആ വൈക്കോലൊന്നും നമ്മുടെ ശ്രദ്ധയിലേക്ക് വരുന്നില്ല. ആ വൈക്കോലൊന്നും നമ്മുടെ ശ്രദ്ധയിലേക്ക് വരുന്നതേയില്ല. നമ്മൾ അന്വേഷിക്കുന്നത് എന്തിനെ മാത്രമാണ്? സൂചിയെ മാത്രമാണ്. അപ്പോ ആ സൂചിയാണ് നമ്മുടെ ശ്രദ്ധാവിഷയമായിരിക്കുന്നത്, അതാണ് അറിയപ്പെട്ടത്. പക്ഷേ മറ്റുള്ളത് മുഴുവൻ നമ്മുടെ കാഴ്ചയുടെ, അതായത് വൈക്കോൽ മുഴുവൻ നമ്മുടെ കാഴ്ചയുടെ പരിധിക്കകത്ത് വരുന്നെങ്കിലും നമ്മൾ അതിനെ വിലയിരുത്തുന്നില്ല. അവിടെ നമ്മുടെ ശ്രദ്ധയില്ല. അത് പശ്ചാത്തലമായി വരുന്നതേ ഉള്ളൂ. ഈ പശ്ചാത്തലം അതിനെ നമ്മൾ അളക്കുന്നില്ല. അത് ആ പശ്ചാത്തലമായി വരുന്നതായ ഈ ഒരു അന്വേഷണത്തിൽ പശ്ചാത്തലമായി വരുന്നതായ വൈക്കോലിന്റെ സ്ഥിതിയാണ്, അല്ലെങ്കിൽ വൈക്കോലിന് സമാനമാണ് നമ്മളിവിടെ പറഞ്ഞ അളവിനറിവില്ലാതേതറിയാം എന്ന് പറഞ്ഞത്. അതേസമയം അളന്ന് തിട്ടപ്പെടുത്തുന്നതിന്റെ സ്ഥാനത്ത് വരുന്നതാണ് ഈ സൂചി എന്ന് പറയുന്നത്. അപ്പൊ സൂചിയുടെയും വൈക്കോലിന്റെയും ദൃഷ്ടാന്തം വെച്ചുകൊണ്ട് ഇവിടെ നമുക്ക് ഈ ഒരു കാര്യത്തെ മനസ്സിലാക്കാൻ കഴിയുമെന്ന് വരും. പക്ഷെ ഇവിടെ അതിൻ്റെ സൂക്ഷ്മമായ തലത്തിൽ വരുമ്പോൾ, അതായത് അളന്നറിയുന്നതിൻ്റെ പശ്ചാത്തലമായി അതിരറ്റത് നിൽക്കുന്നു. അതാണ് ഇവിടെ കാര്യം. നമ്മൾ അളന്നറിയുന്ന ഏതിൻ്റെയും പശ്ചാത്തലമായി അതിരറ്റത്, അളന്നറിഞ്ഞിട്ടില്ലാത്തത് നിലകൊള്ളുന്നു എന്നർത്ഥം. പ്രോപ്പറായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. സാറിന് ഇപ്പൊ എന്തായി സമയം 55 സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്ന് ചോദിക്കാം. കാരണം ഇതിപ്പോ വേദാന്തം നമ്മൾ പറയുമ്പോൾ കുറച്ചൊരു എന്താ പറയുക, അടുത്ത ക്ലാസ്സിലേക്ക് നീട്ടാം. ഇപ്പൊ സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം.